നിന്റെ തളയാണ് നായിന്റെ മോനെ തേർഡ് റേറ്റ്. അങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. കണ്ടുപിടി, നീ ആരെ തേർഡ് റേറ്റ് എന്ന് പറയുന്നത്? തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു, നല്ല വെറൈറ്റി തെറികൾ. വാ ആ മൈക്കും പിടിച്ച് പോയോണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി. എടാ പേപ്പട്ടിക്ക് ഉണ്ടായിരുന്നു, നീ എങ്ങനെ ഉണ്ടായെന്നറിയോ? അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. നിന്റെ അമ്മ കടി മൂത്ത് കഴപ്പ് മൂത്ത് പണ്ടാനടങ്ങി പോകുന്ന സമയത്ത് ഏതോ ഒരു പേപ്പട്ടിനെ കണ്ടു. ആ പേപ്പട്ടി കയറി ഉണ്ടായതാണ് നീയൊക്കെ. നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. ഏത് ഞാൻ ചോദിക്കട്ടെ, നിന്റെ അമ്മക്കാണ് ഈ പറയുന്ന ജാസി കാണിച്ചു കൊടുത്തത്, നീ എന്ത് ചെയ്യുമായിരുന്നു? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ അമ്മ അടിപൊളി കണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമായിരുന്നോ? എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല. എന്നാ എന്നെ എതിർപ്പെടുത്തണ്ട, മനസ്സിലായില്ലേ? നിന്നെ പോലൊക്കെ പേപ്പട്ടിക്ക് ഉണ്ടായതല്ല ഞാൻ. മനുഷ്യന്റെ ക്ഷമയ്ക്ക് അതിരൊക്കെ ഉണ്ട്. എനിക്ക് ഇവനെയൊക്കെ നേരിട്ട് വിളിച്ച് ചീത്ത വിളിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടില്ല. ഒതുക്കത്തിൽ നിന്നില്ലെങ്കിലേ അവര് ഊക്കി വിടും. ഈ ജാൻമണി എന്ന് പറയുന്ന സമയത്ത് സൈഡൊരു കുണ്ടൻ എക്സ്പ്രഷൻ ഇട്ട് മെഴുകുന്നുണ്ടോന്നല്ലോ. നിനക്ക് 40 വയസ്സായില്ലേടാ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തിന്റെ കേടാ? ജാൻമണി എൽദോസ് പാട്ടേ പറഞ്ഞു, എന്നെ അല്ല പറഞ്ഞത്, കേട്ടില്ലേ? അത് ജാൻമണി തന്നെ വളരെ കൃത്യമായി വന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ വിചാരിച്ച പോലെയല്ല. ഇനി ബാക്ക് ടു പോയിന്റ്. ദയവേത് നമ്പറിന്റെ കാര്യം മറക്കണ്ട, ഞാൻ വിളിച്ച് ചീത്ത വിളിക്കും, അതിലൊരു സംശയം വേണ്ട നിങ്ങൾക്ക്. വിഷമിക്കരുത്, മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.